ഒരു വേദഭാഗം വായിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുന്ന ചില വിഷയങ്ങളെ തിരുവചനത്തിൽ നമുക്ക് ധ്യാനിക്കാം. Let's read a familiar portion of scripture and let us highlight a few things inspired by the Holy Spirit of God. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കാം. Let's move on to Mark's Gospel, read chapter 1 verse 15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. We have just read now the Gospel according to Mark chapter 1 verse 15. യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. Once John was in prison, Lord Jesus Christ went into the shore of Galilee and preached about the gospel of repentance. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാരംഭ പ്രസംഗമായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഈ വിഷയത്തെ കാണുവാൻ കഴിയും. From the word of God, we consider this being the first message of Lord Jesus Christ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. The time is fulfilled, the kingdom of God is at hand, therefore repent and believe the gospel. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ തിരുവെഴുത്തിനെ വിളിച്ചറിയിക്കുമ്പോൾ കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. When Lord Jesus Christ proclaimed this message, it is mentioned the time is fulfilled. ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാല സമ്പൂർണതയിൽ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Coming to the pages of Galatians, we notice at the fullness of the times, Lord Jesus Christ came to this world. ഇന്ന് ദൈവത്തിന്റെ സഭായുഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Today the Church of God is facing the fag moment of the dispensation of the church. അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയമാണ് നമ്മുടെ മുൻപിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. In other words, the final moments of the dispensation of grace are passing before us. ദൈവവചനത്തിൽ നിന്ന് യുഗപരമായ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, when we understand the age-like truths from the word of God, ഓരോ യുഗങ്ങളുടെയും അവസാന സമയത്ത് ചില പ്രത്യേകമായ സംഭവങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും. at the end of every dispensation we notice strange events took place. അതുപോലെ ഈ കൃപായുഗവും അവസാനിക്കുവാൻ പോകുന്നു എന്നതിന്റെ ലക്ഷ്യങ്ങൾ ലോകമെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Throughout the world we have been witnessing the signs which say this dispensation grace is also going to come to an end. കാലം തികഞ്ഞു, the time is fulfilled. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. The kingdom of God is at hand. ദൈവത്തിന്റെ രാജ്യം സമീപിച്ചു എന്ന് കർത്താവ് അന്ന് പറയുമ്പോൾ, once the Lord declared then that the kingdom of God was at hand, അതിൽ ചിന്താവിഷയമായ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. plenty truths were latent therein. ഒന്ന്, ദൈവരാജ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം ലോകത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. The first thing is that it is the Holy Spirit which is the experience of the kingdom of God that was at the threshold. അതാണ് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. That is the kingdom of his dear son. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഈ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് തന്റെ സഭയെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാൻ പോകുന്നു. This Holy Spirit is going to perfect its work and bring the church unto the presence of God. ദൈവരാജ്യത്തിന്റെ മറ്റൊരു അനുഭവമായി വിശുദ്ധന്മാരുടെ രാജ്യമായ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. There is another experience of the kingdom of God. There's a similar kingdom, that's a kingdom of the saints of God. ഇതേ ഭൂമിയിൽ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി 1000 ആണ്ട് വാഴുവാൻ പോകുന്നു. On this earth the Lord is going to reign with his saints for 1000 years. ദൈവരാജ്യം സമീപമായിരിക്കുകയാണ്. The kingdom of God is at hand. ഇതിലെല്ലാം ഉപരിയായി നിത്യരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു. Above all, the eternal kingdom is going to be established. ദൈവരാജ്യത്തിന്റെ പരമോന്നതമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായി ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഏറെ പേര്. The alliances share the members of the congregation are the people who have been privileged to be called to that inherit
the highest experience in the kingdom of God. ഞാൻ ചിന്തിക്കുന്നു ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും ഭാഗ്യശാലികളാണ് ഈ കൃപായുഗത്തിലുള്ളവർ. In my opinion, people belonging to this age dispensation are the most privileged of all human race. ദൈവരാജ്യത്തിന്റെ ഉന്നതമായ അനുഭവം ഇതിനു മുൻപോ പിൻപോ ഉള്ള ഒരു തലമുറയ്ക്കോ അല്ലെങ്കിൽ യുഗങ്ങളിൽ വസിക്കുന്നവർക്കോ ലഭിക്കുന്നില്ല. Never before or after, the people belonging to different dispensations will possess such a rare privilege as we do have. ഈ മേന്മേറിയ അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിനായിട്ട്, അത് പ്രാപിക്കേണ്ടതിനായിട്ട്, in order to possess experience all these excellent natures in our life, കർത്താവായ യേശുക്രിസ്തു അറിയിച്ചതായ ശ്രേഷ്ഠമേറിയ ഒരു സത്യമാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. repent, believe the gospel is a glorious truth Lord Jesus Christ declared it to mankind. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മാനസാന്തരം എന്ന സത്യം അത് കേവലം രക്ഷിക്കപ്പെടാത്തവരോട് മാത്രമല്ല ദൈവസഭയോടും അറിയിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. When we examine the word of God, we understand repentance is not simply spoken unto the unsaved, it is spoken even to the church, members of the church. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ ശ്രേഷ്ഠമേറിയ സത്യം നാം ഈ തിരുവെഴുത്തിൽ കാണുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. The glorious truth Lord Jesus declared is repent and believe the gospel. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യന്റെയും പ്രകൃതം, അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രാകൃതമായത് ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Regarding man, any human being who is born under the sun, his character is that of carnal. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. Coming to 1 Corinthians chapter 15, verse number 46, we understand the same. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. It is not the spiritual but natural which comes first, spiritual comes thereafter. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നതായ പ്രാരംഭ അനുഭവം അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് പ്രാകൃതമായതാണ്. The basic character that is embedded in human being is natural. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശരീരത്തോടെ ഈ ഭൂമിയിൽ ജനിച്ചവരായി ആരും തന്നെ ഇല്ല. In other words, none took the form of heavenly body in this world. സ്വർഗീയമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉള്ളവരായി ഈ ലോകത്തിൽ ആരും അങ്ങനെ കാണപ്പെടുന്നില്ല. In this world, nobody possesses with the heavenly characteristics as he is born. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ When we examine the word of God, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. as is the earthly, so is the earthly, as is the heavenly, so is the heavenly. എങ്കിലും മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. Saint Paul adds then, as we have put on the image of the earthly, we will put on the image of the heavenly. മൺമേരായ മനുഷ്യർക്ക് വിൺമയമായ ഒരു അനുഭവം ഉണ്ട്, സ്വർഗീയമായ ഒരു അനുഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. It is obvious this earthly man has got a heavenly, a celestial experience. വിശുദ്ധ പൗലോസ് ഈ സത്യത്തെക്കുറിച്ച് തുടർന്ന് പറയുമ്പോൾ, As Saint Paul speaks more about the same truth, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് നാം കാണുന്നു. it is mentioned then, flesh and blood can never inherit the kingdom of God. This corruption shall not put on incorruption. അപ്പോൾ നമ്മുടെ ഈ മാംസവും രക്തവും ഈ ശരീരവും കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. With this flesh, with this blood, with this body, we cannot enter the kingdom of God is a substance mentioned by Paul there. എങ്കിലും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുമ്പോൾ, However, as we speak about the access to the kingdom of God, ഈ ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യാത്മാക്കളും ദൈവരാജ്യത്തിലേക്ക് കടക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. it is the will, desire of the Lord Jesus Christ, all human beings under the sun should find access to the kingdom of God. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. That's why in the pages of the Bible the prophet says, യശയ്യാപ്രവചനം 45:22 നമ്മൾ വായിക്കുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. Isaiah 45 verse 22, the prophet says,
All the inhabitants of the earth, come unto me, you look unto me and be saved. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയല്ല വിളിക്കുന്നത്, He is not becoming a particular caste. ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവരോടല്ല, He is not inviting a particular nation. സകല ഭൂസീമാവാസികളെയും വിളിക്കുകയാണ്. All the inhabitants of the earth are invited. ആത്മരക്ഷയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂവാസികളെ ഒന്നടങ്കം ആഹ്വാനം ചെയ്യുകയാണ്. To have the salvation of the soul, the Spirit of God is inviting the entire human race. എന്നാൽ മനുഷ്യൻ ആ ശബ്ദം കേൾക്കുവാൻ തുനിയുന്നില്ല. Alas, man is not interested to heed to the voice of God. പരീശന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദമോസ് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ Nicodemus, the prominent among the Pharisees, as he met Lord Jesus, അതുവരെയും അവൻ അനുഷ്ഠിച്ചു പോരുന്ന പ്രമാണങ്ങളിൽ അവന് വലിയ പ്രശംസ ഉണ്ടായിരുന്നു. actually he had told glory about the laws that he had been following thus far. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ചില വിശേഷിക്കപ്പെട്ട സത്യങ്ങളെ അവനോട് അറിയിക്കുമ്പോൾ, However, in the specific context, once Lord Jesus Christ exposed special truths unto him, അതിൽ നിക്കോദമോസ് ഒരു കാര്യം മനസ്സിലാക്കി. Nicodemus understood one thing specially. താൻ പള്ളി പ്രമാണി ആയിരുന്നതുകൊണ്ടോ, As he was the leader of the church, തന്റെ പാരമ്പര്യം കൊണ്ടോ, or with his tradition, താൻ അന്നുവരെയും അനുഷ്ഠിച്ചു പോന്നിരുന്ന ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ കൊണ്ടോ, or the order of the law that he had been following thus far, തന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് തനിക്ക് ഗ്രഹിപ്പാൻ കഴിയും. he was able to comprehend it was of no use with the following the same. കാരണം യേശു അവനോട് പറഞ്ഞത് നീ വീണ്ടും ജനിക്കണമെന്നാണ്. Because Jesus advised to him to be born again. ഈ ലോകത്തിൽ ഏത് ഉന്നത പദവിയിൽ ഇരിക്കുന്നവരായിരുന്നാലും, Anyone who is holding any covetable position in this world, മനുഷ്യനോട് ദൈവത്തിന് ചില ആജ്ഞകളുണ്ട്, കൽപ്പനകളുണ്ട്. God gives certain directions, commands unto mankind. അതിലൊരു കൽപ്പനയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യ പ്രസംഗത്തിൽ ലോകത്തോട് അറിയിച്ചത്. Or which one command Lord Jesus Christ declared unto the world in his first message. ലോകത്തോട് യേശു വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. Jesus proclaims to the world, repent, believe in the gospel. അപ്പോസ്തല പ്രവൃത്തി 17:30 നമ്മൾ വായിക്കുന്നു, Acts Apostle chapter 17 verse 30. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല എന്നും, The Lord is winking at the days of ignorance. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. The Lord is commanding to mankind, everyone should be saved. ഇവിടെ മുഖപക്ഷമില്ല, No respect of persons for God. ഇവിടെ യാതൊരുവിധമായ ഏറ്റക്കുറച്ചിലുകളുമില്ല. No kind of discrimination here. ഏത് ഉയർന്നവനായിരുന്നാലും താണവനായിരുന്നാലും, Whether he is high or even low, ആത്മരക്ഷ ഉണ്ടാകണമെങ്കിൽ, to have the salvation of the soul, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, to enter the kingdom of God, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളെ അംഗീകരിക്കുക തന്നെ വേണം. he has to accept the conditions of the kingdom of God. അതുകൊണ്ടാണ് ഇന്ന് ദൈവസഭയുടെ മുൻപിൽ നാം ഏതെല്ലാം നിലകളിലുള്ള ദൈവമക്കളെ കാണുന്നുണ്ട്. That's when the church we come across different styles of people. അവരൊക്കെയും ഈ രക്ഷയെ പ്രാപിക്കുവാൻ കാരണമായത്, What prompted them to embrace this salvation is, ഒന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹമാണ്. first, the love of the heavenly God. ദൈവത്തിന്റെ സ്നേഹം നമ്മോട് ഇല്ല എങ്കിൽ ഒരു മനുഷ്യനും ഈ രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നതല്ല. Without the love of God, nobody can come to this salvation. മറ്റൊന്ന്, കേട്ട ദൈവവചനത്തിന് അനുസരിക്കുന്നവരായി തീർന്നു. Secondly, we have become obedient to the word of God which is proclaimed to ഇന്ന് us. രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയരെ, Tonight even, beloved ones who are in the presence of God, നാം ഈ തിരുവചന സത്യങ്ങളെ കേൾക്കുമ്പോൾ, on hearing the word of the truth of God, ഈ വചനങ്ങൾ യഥാർത്ഥമായി എന്റെ ജീവിതത്തിൽ എനിക്ക് പാലിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. we have to introspect to whether I'm able to exercise everything in my life. ഒരുപക്ഷെ നാളുകൾ ഏറെയായി നാം മാനസാന്തര അനുഭവം പ്രാപിച്ചു എന്ന് പറയുന്നവരാണ്. Sometimes we may be satisfied on the ground. Years ago, I got satisfied, got repentance. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. That alone is not enough. ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും വരെയും, Till the church of God is raptured from this earth, ദൈവത്തിന്റെ സഭയുടെ പൂർണ്ണതയ്ക്കായി, for the perfection of the church of God, ദൈവസഭയെ ഒരുക്കുന്നതിനായി, in order to prepare the church of God, ഈ ദൈവവചന സത്യം വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. the truth of the word of God is repeatedly proclaimed. എന്നാൽ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നവരിൽ, ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ മാനസാന്തരത്തിന്റെ അനുഭവം
അല്ലെങ്കിൽ വീണ്ടും ജനനം രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, However, tonight in this congregation, those who are listening to the voice of God, if anybody hasn't come to this experience of repentance, നിക്കോദമസിനോട് യേശു പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോടും അരുളി ചെയ്യുകയാണ്. as the Lord directed to Nicodemus tonight, the Spirit of God comes on you with the same direction. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, Verily, verily, I say unto you, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. unless a person is born again, he cannot see the kingdom of God. പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയും. Being born again indicates the personal experience of everybody. ഇതിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ചില വിഷയങ്ങളെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. For the word of God, we understand some features which attach importance to this truth. ഒന്ന്, മനുഷ്യനിൽ കുടികൊള്ളുന്ന ദോഷ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കണം. The first context, man must find deliverance from the sinful natures which are dwelling in him. കർത്താവായ യേശുക്രിസ്തു ഈ സത്യത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Throughout the gospel, Lord Jesus Christ touches this subject. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ Mark's gospel, chapter 7, verses 7 to 23. 13 വിധമായ ദോഷങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് അവനെ അശുദ്ധനാക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 13 items of evils come out of human heart and defile him. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഈ ദോഷങ്ങളൊക്കെയും ഒരു മനുഷ്യനെ അശുദ്ധനാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. All these evil things come from within and defile a man. ഈ അശുദ്ധമായ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടാകുകയാണ്. Fundamentally, a man must develop the desire, I must find deliverance from all these evil natures. ഇന്ന് തലമുറയെ നോക്കുമ്പോൾ എത്രയോ ആപത്ത് നിറഞ്ഞ ഒരു പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. When we observe the present generation, we understand they are traveling through the most dangerous route. കഴിഞ്ഞ ദിവസത്തിന് മുൻപ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. 2 days ago, a formidable event took place. 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, A boy aged 11 years old. അവന്റെ പിതാവ് ഗൾഫിലാണ്. His father was in Gulf country. അമ്മ മാത്രമേ ഭവനത്തിലുള്ളൂ. Mother alone is at home. എന്നാൽ അവൻ മൊബൈലിൽ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു. He was playing on his mobile. രാത്രിയുടെ സമയങ്ങൾ കടന്നുപോയി. Hours of night passed by. രാവിലെ അമ്മ ചെന്ന് നോക്കുമ്പോൾ Early morning, when the mother visited his room, ഈ കുഞ്ഞ് താൻ കിടക്കയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. she found this child being dead on the cot. ആ ഗെയിമിൽ കളിച്ച് മുൻപോട്ട് പോകുമ്പോൾ As he continued playing that particular game, അവസാനമായി ആ ഗെയിമിൽ നിന്ന് അവന് ലഭിച്ചത് ഇങ്ങനെയായിരുന്നു. finally this is the direction he got from that game. ഒരു തോർത്ത് നനച്ച് വെള്ളത്തിൽ മുക്കി നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. Dip a towel in the water and tie around your neck. പിന്നെന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. Thereafter what happened, it is mystery. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. I am not willing to move to the details of the same. 11 വയസ്സുള്ള കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ദോഷ സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. The evil natures which enter the heart of a boy, simply 11 years old, leading him unto danger and disaster. ഇന്ന് പ്രായഭേദമന്യേ എത്രയോ യൗവനക്കാരും ചെറിയ കുഞ്ഞുങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള അനവധി ദോഷങ്ങൾക്ക് ആരും അറിയാതെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Invariably, many children, adult ones, young ones, they are addicted to such dangerous games. അതൊക്കെ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ നല്ലത്. If it is good, Father, if the parents can control, just do it. ഭാവി തലമുറ ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We understand the future generation is moving forward without any specific goal. ഒരു കാലത്ത് ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണമായിരുന്നു. In the time past, in order to watch a movie, people would pay visit to cinema അങ്ങനെ theaters. പല ദോഷങ്ങൾക്കും ഒരു കാലത്ത് ഇന്നുള്ള പോലെ സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. In the time past, people did not have
proper freedom and opportunities to commit sinful activities as we have today. എന്നാൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന ദോഷ സ്വഭാവങ്ങൾ ഇന്ന് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. However, the sinful natures which dwell in man, they're reaching to the peak of the same. ആർക്കും ആരെയും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. Things come to a dangerous situation which nobody can control anyone. എന്നാൽ ഈ ദോഷങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗമുണ്ട്. However, to find deliverance from these evils, there's a particular way. എന്താണ് ആ മാർഗം? What is that way? ജീവിതമായ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്നവരുടെ ഉള്ളിൽ യഥാർത്ഥമായി അടുത്തെന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ള ഒരു ചിന്ത അവരെ ഭരിക്കണം. Those moving forward be plunged into such evil natures, there must be a thought, what is going to take place next? പാപത്തിന്റെ ശമ്പളം മരണമാണ്. The wages of sin is death. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. You not to find deliverance from this death which is the wages of sin. അതിനെക്കുറിച്ചൊരു ശരിയായ ഭയം ജീവിതത്തിൽ ഉണ്ടാകണം. About which you must have a real fear in your life. ഈ മരണത്തിൽ നിന്ന് എനിക്ക് രക്ഷ പ്രാപിക്കണം. Somehow or other, I must find deliverance from this death. അത് ദൈവവചനത്തിൽ കൂടെ ശരിയായി ഗ്രഹിക്കേണ്ടതാണ്. You have to understand through the word of God. തിരുവചനം നമ്മോട് പറയുകയാണല്ലോ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. The word of God asks us to repent and believe the gospel. സുവിശേഷം എന്താണ് ചെയ്യുന്നത്? What is being done by the gospel? അത് മരണം നീക്കുന്നു, ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. That removes death and gives life and immortality. മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മരണമാകുന്ന പാപ സ്വഭാവങ്ങളെ ജയിക്കുവാൻ അത് ശക്തീകരിക്കുന്നു. The sinful natures which amount to death, in order to overcome them, this helps us. അതിന്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന ന്യായവിധിയിൽ നിന്ന്, രണ്ടാം മരണത്തിൽ നിന്നും അവർക്ക് വിടുതൽ ഉണ്ടാകുകയാണ്. They can find deliverance from the return judgment, which is second and the consequence of committing sin. ഇതിന് ദൈവവചനം അനുസരിച്ചേ മതിയാകുള്ളൂ. For this you cannot but obey the word of God. ഞാൻ പറഞ്ഞല്ലോ, I've already mentioned. ഈ ആത്മീയ അനുഭവങ്ങളെ ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ ഒന്നാമത് അവരുടെ ജീവിതത്തിൽ അലറി കരയുന്ന കുറ്റബോധമുള്ള ഒരു മനസാക്ഷി, ഒരു ഹൃദയം അവർക്ക് ലഭിക്കുന്നതായി കാണുവാൻ കഴിയും. As a person comes across these spiritual experiences, he will be a conscience. He is convicted in the same. He cries aloud, thinking of his past. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു നല്ല സൽക്കാരം നൽകുവാനായി ഒരു മനുഷ്യൻ യേശുവിനെ ക്ഷണിച്ചിരുന്നതായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. From the word of God we understand a man invited Lord Jesus Christ to accord him a hospitable treatment. അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്കൊക്കെയും വ്യത്യാസം വരത്തക്കവണ്ണം കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീ നിന്നുകൊണ്ട് കരയുന്നത് കണ്ടിട്ട് അയാൾ തെറ്റിദ്ധരിക്കുകയാണ്. In not effective phenomenal change to his mindset, a woman is standing beside him and she is weeping. This man misunderstands. ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ, If he is a prophet, അല്ലെങ്കിൽ തന്റെ അടുക്കൽ നിൽക്കുന്ന വ്യക്തിയെ ഗ്രഹിക്കുവാൻ കഴിവുള്ളവനായിരുന്നെങ്കിൽ, he has a gift to understand the person who is standing beside him. തീർച്ചയായും ഈ സ്ത്രീയെ അവന്റെ അടുക്കൽ നിൽക്കുവാൻ അവൻ അനുവദിക്കുമായിരുന്നില്ല എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Indeed, he would never permit that woman to stand beside him. Is the thought that's going on within this man. ഈ സ്ത്രീയെ നോക്കിയാൽ, When we watch this woman, അവൾ പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീയാണ്. and she was a sinner in the city. അവൾ ഹൃദയവേദനയാൽ കണ്ണുനീരൊഴുക്കി കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദങ്ങളെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. The painful heart, she is shedding tears and she is making the feet of Jesus wet with the tears. അവൾക്കൊരു തകർന്ന ഹൃദയമുള്ളതായി കാണുവാൻ കഴിയും. She develops a broken heartedness there. അവൾ വേദനപ്പെട്ട് കരയുകയാണ്. Because of pain, she is weeping. ആ കണ്ണുനീർ കർത്താവിന്റെ കാലിനെ നനച്ചു. The tears make the feet of Jesus wet. ആ അവളുടെ മുടി കൊണ്ട് കർത്താവിന്റെ പാദത്തെ തുടച്ചു. She was wiping the feet of Jesus with her hair. അവൾ കരുതി കൊണ്ടുവന്ന വിലയേറിയ പരിമള തൈലം കർത്താവിന്റെ കാലിൽ അവൾ ഒഴിച്ചു. The precious ointment she brought, she ആ poured on the കാലിൽ feet of the Lord. അവൾ ഇടവിടാതെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. Continuously she rained kisses എന്നാൽ on the feet of Jesus. ശിമോന്റെ ചിന്താഗതി എന്താണ്? What is the thought of Simon? അതിന് വിപരീതമായ A ചിന്താഗതികളാണ്. contrary thought. കർത്താവ് അവനോട് ഒരു കടം ചോദിക്കുകയാണ്. The Lord is now asking him your debt. ശിമോനെ, ഞാൻ നിന്നോട് ഒരു കടം ചോദിക്കുന്നു. Simon, let me ask you your debt. ഒരുവൻ ഒരു യജമാനന് കുറച്ച് കടംപെട്ടു, മറ്റൊരുവൻ ഒരു യജമാനന് കൂടുതൽ കടംപെട്ടു. A person is indebted to one master, you are limited, ഇവരിൽ another one indebted more. ഇവരിൽ ആരായിരിക്കും കൂടുതൽ സ്നേഹിക്കുക? Of these, who will love the master more?
അവൻ ഉടനെ മറുപടി പറഞ്ഞു, Suddenly he extends a response. കൂടുതൽ ഇളച്ചുവിട്ടവൻ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന്. I guess the one who is forgiven more will love more. ഞാൻ ഈ വചനങ്ങളെയൊക്കെ വായിക്കുമ്പോൾ ഗ്രഹിക്കാറുള്ളത് അവൻ യേശുവിനെ ഒരു സാധാരണ നിലയിലാണ് അപ്പോഴൊക്കെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. When you go through these passages, I would think that man considered Lord Jesus Christ as an ordinary ഉടനെ individual. യേശു സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. Suddenly Jesus turned to the woman. കർത്താവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ അനേകവിധമായ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. The Lord told her, woman, I have forgiven thine all sins. ഈ വാക്ക് കേട്ടപ്പോൾ അവൻ നടുങ്ങിപ്പോയി. No sooner did he hear, ഈ he than his അധികാരം Spanish chicken. മനുഷ്യനാര് കൊടുത്തു? Who has given this man this power? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പ്രിയ ദൈവമക്കളെ, Beloved people of God, ആ സ്ത്രീ സമാധാനത്തോടെ പോകുവാൻ യേശുവോട് പറയുകയാണ്. the Lord commands the woman, go back in thy peace. എന്താണ് അവിടെ സംഭവിച്ചത്? What happened there? ലോകത്തിലെ ഒരു പ്രമാണത്തിനും അവളെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. No law under the sun could save that woman. അന്ന് നിലവിലിരുന്ന പ്രമാണം ഒരുപക്ഷെ അവളെ എറിഞ്ഞു കൊന്നൊരു കൽക്കൂമ്പാരം അവളുടെ മേൽ കൂട്ടുവാനുള്ള പ്രമാണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. The then law was one that commanded her to be pelted with the stones, and the stone should be kept on the body. എന്നാൽ മനുഷ്യപുത്രനോ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവനാണ്. However, the Son of Man has got authority to forgive the sins of ഈ man. തിരുവെഴുത്തുകളെ കേൾക്കുന്ന പ്രിയരെ, Beloved ones, listening to the word of God, ഹൃദയത്തിൽ കുത്തുകൊണ്ടതുപോലെ, as being pricked in the heart, ആഴത്തിൽ മുറിവേറ്റവരെ പോലെ as being owned deeply, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ പാപത്തെ മോചിക്കുവാൻ അധികാരമുള്ള നസറേനായ യേശു ഇന്ന് ഈ ഹോളിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. if you're able to weep and cry over your sins, be lacerate in the conscience, very Lord Jesus Christ, who is authorized, who is empowered to forgive all your sins, is moving tonight in this hall. നിന്റെ ദോഷമായ സ്വഭാവത്തെ നീ ഒരിക്കലും താലോലിച്ച് പുകഴ്ത്തുവാൻ പാടില്ല. Do not attempt to fondle and glorify your sinful natures. അതിനെ ന്യായീകരിക്കുവാൻ പാടില്ല. Do not make an attempt to justify the same. ഇതാ പാപിയായ സ്ത്രീ ഏങ്ങലടിച്ച് നിലവിളിച്ച് അവൾ ദൈവസന്നിധിയിൽ ഉറക്ക കരയുകയാണ്. Behold, the sinner woman who crying, she is now patching her head. കണ്ണുനീർ ചാലുകൾ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുകയാണ്. Channels of tears flowing from her eyes. എന്താണ് ഇതിന്റെ കാരണം? What prompted her to do it? അത് നാം ചിന്തിക്കണം. You must think about the same. ഈ ഭവനത്തിൽ യേശു വരുമ്പോൾ When Jesus visited this house, അവൾ എങ്ങനെയോ ഒരു കാര്യം അറിഞ്ഞു. somehow or other she understood one thing. പാപങ്ങളെ മോചിക്കുവാൻ, You not to forgive sins, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ to effect remedy to my problems. അധികാരമുള്ള ഒരുവൻ ശിമോന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. There's one who is powerful, has come to the house of Simon. അവളെ ആരും ക്ഷണിച്ചു വരുത്തിയതല്ല. Nobody has invited her. പിന്നെയോ അവൾ അത് നന്നായി ഗ്രഹിച്ചു. Rather than she conceived it ആ well, സമയം അവൾ തക്കത്തിൽ ഉപയോഗിച്ചു. she made use of the opportunity. ഇപ്പോൾ അവൻ എങ്ങനെയാണ് പോകുന്നത്? Now how does she go? സ്ത്രീയെ സമാധാനത്തോടെ പോയിക്കൊള്ളുക. Woman, go in thy peace. ഈ ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ നേരെയും ധ്വനിക്കുകയാണ്. Tonight, this voice is reverberating unto us. പ്രിയ സഹോദര സഹോദരി, Beloved brother and sister, നീ ദൈവസന്നിധി വിട്ടു പോകുമ്പോൾ as you depart the presence of God, ദൈവത്തിന്റെ സമാധാനവുമായി പോകുവാൻ നിനക്ക് കഴിയുമോ എന്ന് നീ ചിന്തിച്ചുകൊള്ളുക. just think, can you go back holding the peace of God? ഇതിനാവശ്യമായിരിക്കുന്നത് കൈപ്പോടെ കരയുന്ന ഒരു ഹൃദയമാണ്. The basic need of this is a bitter heart with a teeping mind. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. അതേ നിർജീവമായ പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടാകണം. You have to build up a repentance about the dead works of your life. അങ്ങനെ ഒരു അനുഭവം ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. We notice such an experience in the life of King David. ലോകപ്രകാരം താൻ ഉന്നതനായവൻ ആയിരുന്നു. Worldly speaking, he was holding the topmost position. തനിക്ക് മറ്റാരെയും അനുസരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. He did not have to obey anybody. താൻ ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു. He was a glorious king. എന്നാൽ തന്റെ അകൃത്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, As he was convinced of his own trespasses, തന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷയത്തെ കുറിച്ച് അവനെ അറിയിക്കുമ്പോൾ, as he informed of the sin that he committed in his life, അവന്റെ ജീവിതത്തിൽ ഉണ്ടായതൊരു നിർജീവമായ പ്രവൃത്തിയായിരുന്നു എന്ന് അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. he recognizes it was a dead work that took place in his life.
he regrets over the same, crying aloud, confessing the same in the presence of God. ആരാണ് ആ നിലയിൽ അടുത്തു വരുന്നത്? അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരമുണ്ട്. Whoever comes closer to the Lord in such a nature, there is an experience of repentance in his life. ഈ അനുഭവം ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എന്തെല്ലാം തന്റേതല്ലാത്തത് ഉണ്ടോ, മറ്റുള്ളവരുടേതുണ്ടോ, അതൊക്കെ മടക്കി കൊടുക്കുന്നവരായി തീരും. As a person comes across this experience in his life, whatever is strange, not his own in his life, he will be prepared to give back. മറ്റൊരാൾ അതിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. Another person need not advise him to do so. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നാം അത് മനസ്സിലാക്കണം. Beloved people of God, tonight we must understand it. നമ്മുടേതല്ലാത്തത് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, If there is anything that is not our own, if it is with us in our life, അത് ചിലപ്പോൾ വലിയ സമ്പാദ്യങ്ങളായിരിക്കാം. perhaps that might be huge saving. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടോ? Perhaps is there anything which we cannot disown now? ഒരു മനുഷ്യൻ ഒരിക്കൽ യേശുവിന്റെ മുൻപിൽ ഇത് മൊത്തം ഉള്ളതുപോലെ പറഞ്ഞു. In a specific context, a man completely opened his heart before Jesus. ധാരാളം പണമുള്ള ഒരു He മനുഷ്യനായിരുന്നു. was a rich man. അദ്ദേഹം ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. He was a tax collector and a leader. തന്റെ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ താൻ പറഞ്ഞ വാക്കെന്താണ്? On seeing Lord Jesus Christ, what did he do? He say, കർത്താവെ, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇരട്ടിയായി മടക്കി കൊടുക്കാം. Oh Lord, if I had deceitfully received anything, I will restore, give back to fold. എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത് വസ്തുവകകളിൽ പകുതി ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേക്കാം. The treasure, the wealth, the property, I will sell half and give to the poor. ഈ സത്യം പറയുമ്പോൾ യേശു അവനോട് ഈ വിധമായ ഉപദേശങ്ങളൊന്നും പറഞ്ഞതായി ആ വചനത്തിൽ കാണുന്നില്ല. In that context, we never understand beforehand. Jesus did not speak any truth about this to him. ഒരേ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. Only one thing took place there. അവൻ നസ്രനായ യേശുവിനെ കണ്ടു. He met Jesus of Nazareth. ഇന്ന് ദൈവവൈതലേ, നിന്റെ ഹൃദയദിശി പ്രകാശിച്ച് യേശുവിനെ കാണുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, Beloved child of God, if your eyes understanding are enlightened, if you're able to behold Jesus, ഇതേ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരും. the same experience shall be yours too. യേശുവിനേക്കാൾ കൂടുതലായി, അവിടുത്തെ കൽപ്പനകളെക്കാൾ കൂടുതലായി യാതൊന്നിനെയും കരുതുവാൻ, സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. More than Jesus, more than the commandments of Jesus, you cannot consider, you cannot love anything or anybody. അവൻ എന്താണ് ചെയ്തത്? What takes place there? അവൻ കാട്ടത്തി മരത്തിന്റെ ഇലകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അതിന്റെ ചുവട്ടിലൂടെ നടന്നു വരുന്ന യേശുവിനെ അവൻ കണ്ടു. Being hidden in the leaves of the sycamore tree, he was watching Jesus Christ walking under the foot of the same. അങ്ങനെ കാണുവാൻ ആഗ്രഹിച്ച സഖായിയെ വളരെ വ്യക്തമായി യേശുവും കണ്ടു. Zacchaeus, who wanted to see Lord Jesus Christ in that fashion, without any difficulty, Jesus noticed him. കർത്താവിനോട് ആരും പറഞ്ഞില്ല, അവന്റെ പേർ ചൊല്ലി കർത്താവ് വിളിച്ചു. Nobody told about him to Jesus Christ. He called him by his name. അതാണ് രക്ഷ പ്രാപിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെ നേരെ കടന്നു വരുന്ന സ്വർഗീയ വിളി. That's a heavenly call that comes into the people who want to have this salvation, experience of repentance. നാം ആരും സന്ദർഭോചിതമായി ദൈവസന്നിധിയിൽ വന്നവരല്ല. None of us has come to the presence of God inadvertently. സ്വർഗ സിയോനായി തിരഞ്ഞെടുക്കപ്പെട്ടവരും, Those who are chosen as heavenly Zion, പുതിയ യെരൂശലേമായി തിരഞ്ഞെടുക്കപ്പെട്ടവരും, those who are chosen as New Jerusalem, ദൈവ രാജ്യത്തിന് അവകാശികളായി തീരേണ്ടവരും, those who are to become the members of the kingdom of God, ദൈവത്താൽ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. have been called by God by our name. നമ്മുടെ പേർ ചൊല്ലി അവൻ വിളിക്കുകയാണ്. He calls us by our ഈ name. രാത്രിയിൽ ഒരു വിളി നമ്മുടെ നേരെ വരികയാണ്. Behold, your calling is coming towards us tonight. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. Repent, believe the gospel. അതെ, ആ സുവിശേഷമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. The same gospel through the Holy Spirit of God is dealing with you. നമ്മുടേതല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എറിഞ്ഞു കളയണം. That which is not our own, we must cast away from our life. അതെ, ഉപേക്ഷിച്ചു കളയണം. We have to dispossess it. മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്ക തന്നെ ചെയ്യണം. What is to be restituted must be done so. അതിലൊരു മുട്ടു സൂചി പോലും ശേഷിക്കുവാൻ പാടില്ല. Not even a pin that should remain. അത് മാത്രമല്ല, Moreover, ശ്രേഷ്ഠമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. there is still excellent experience. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച്
അദ്ദേഹം സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ കേട്ടു. I heard the testimony of a person താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ when he was saved യേശു ക്രിസ്തുവിൽ കൂടെ ഈ മാനസാന്തരത്തിന്റെ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ through Lord Jesus Christ, as he owned this experience of repentance, അദ്ദേഹം മനുഷ്യരോട് മാത്രമല്ല not only with the fellow beings, താൻ കള്ളു കുടിച്ച തെങ്ങിനെയും കൂടെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു. he embraced a coconut tree from the toddy that he had tasted that. എന്തോ ഒരു അനുതാപമാണ്. What kind of regret it is. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വന്ന് ഈ സത്യങ്ങളെ അറിഞ്ഞപ്പോൾ A person got saved, came to the fellowship, understood the truths of the word of God. താൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. He told me one thing. പാസ്റ്റർ 42 സ്റ്റാർ വെച്ച പോലീസുകാരോട് പോയി ഞാൻ ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട്. Pastor, I had to apologize with the 40 police officials holding stars. അത്ര ഭയങ്കരനായി ദേശത്ത് ജീവിച്ചു. Such a wretched man he was in the society. അത് ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. Don't think that this event took place somewhere far away. ഇപ്പൊ സ്ഥലമിടമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. I'm not willing to mention the place. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ചിലർക്ക് ഇതൊന്ന് അറിഞ്ഞാ കൊള്ളാമെന്നൊരാഗ്രഹം. Some people have the anxiety to know the person and the place. അത് അവസരം പോലെ വന്നാൽ മതി, ഞാൻ പറയാമെങ്കിൽ പറയാം. Based on the time you can come, I will ദൈവത്തിന് tell സ്തോത്രം. you. Praise be to the Lord. പ്രിയ സഹോദരങ്ങളെ, Beloved brethren, ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് കൊണ്ട് സാധിക്കയില്ല. by the persuasion of anybody, this will not take place. നിരപ്പ് പ്രാപിക്കേണ്ടവരോട് നിരപ്പ് പ്രാപിക്കുക തന്നെ ചെയ്യണം. You have to reconcile with the people whom you have to do. അത് മനുഷ്യനോട് മാത്രമല്ല, Not only with the human beings, അത് ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. with God you have to maintain a good conscience. ഇതെല്ലാം തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യമാണ്. All these are the thoughts recorded in the word of നമ്മുടെ God. ജീവിതത്തിൽ ഈ അനുഭവത്തെ പ്രവേശിക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ജീവിതത്തിലെ സകല കുറ്റങ്ങളെയും ഏറ്റുപറയുന്ന ഒരു അനുഭവമുണ്ട്. When these experiences enter our life without feeling any shame, we will confess everything before God. ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ When a person steps into the experience of repentance, അവരുടെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുന്നില്ല. he can never hide anything in his life. സകലവും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. He confesses and forsakes everything. കാരണം എന്താണ്? Why? വരുവാൻ പോകുന്ന ന്യായവിധി, The impending judgment, അതിഭയങ്കരമായ നിത്യ അഗ്നി, the formidable everlasting ആ lake of fire, നിത്യ നരകം, that everlasting hell. ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷ പ്രാപിക്കണം. Somehow or other he wants to escape. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. As the Lord Jesus Christ declared, repent and believe the gospel. അതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു കുത്തുകൊള്ളുന്ന അനുഭവം ഉണ്ടാകണം. For the same purpose, even tonight, we must have a pricking consciousness. ദൈവസഭ ഭൂമിയിൽ രൂപം കൊള്ളുമ്പോൾ When the church of God took the culmination in the world, അപ്പോസ്തലന്മാരുടെ പ്രാരംഭ സന്ദേശത്തിൽ ഈ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. of the initial messages of the apostles, this message has also been mentioned. സമയക്കുറവിനാൽ വചനങ്ങളെല്ലാം വായിക്കുവാൻ ഇപ്പോൾ സമയമില്ല. Due to the lack of time and not willing to read all the അപ്പോസ്തലപ്രവൃത്തിയിൽ references. 2:37 നമ്മളത് വായിക്കുകയാണ്. Acts of Apostles chapter 2 verse 37. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി Pricks at the conscience. അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, Come to the apostles and they ask, ഞങ്ങൾ എന്ത് ചെയ്യണം? brethren, what must we do? ഈ ചോദ്യം ആരുടേതാണ്? Whose is this question? ഒരു കൂട്ടർ വിമർശകരായി അവിടെ ഉണ്ട്. There is one group being the critics. ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? Why do these people do so? എന്നാൽ ദൈവഭക്തരായ ഒരു കൂട്ടം മനുഷ്യർ A group of people who are godly. അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, They come unto the apostles and ask, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മീയ അനുഭവം these spiritual experiences that you ഞങ്ങളുടെ have received, ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് you not inherited our life too. ഞങ്ങൾ എന്ത് ചെയ്യണം? What must we do? അവരുടെ ഹൃദയത്തിൽ ഒരു കുത്തുകൊണ്ടു എന്ന് നമ്മൾ We വായിക്കുകയാണ്. read they are being pricked at the heart. ആ കുത്ത് അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. That pricking that aches them, pains them deeply. ആ വേദന കൊണ്ടാണ് അവർ ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം? Due to the pain they are quizzing now, what must we do? എന്തെങ്കിലും ചെയ്യണമെന്ന് അവരോട് വിളിച്ച് നിർബന്ധിച്ച് പറഞ്ഞല്ല. They were not compelled to practice something. അങ്ങനെയുള്ളത് മാനസാന്തരവും അല്ല. That experience is not നാടൻ mere ഭാഷയിൽ repentance. പറയും മുഴുത്ത മാനസാന്തരം 3 മാസത്തേക്കെന്ന്. As it is colloquially talking,
is a perfect repentance is for അതൊന്നുമല്ല 3 months. മാനസാന്തരം എന്ന് പറയുന്നത്. It is not the real repentance. ശരിയായ അടിസ്ഥാനത്തിലുള്ള ഒരു മാനസാന്തരം ഉണ്ടാകണം. There must be real baptism based on real ഹൃദയത്തിന്റെ repentance based on ആഴത്തിൽ your ഒരു വലിയ foundation. മുറിവ് ഏൽക്കണം. A great wound should be built up in your heart. നിലവിളിയോടെ ദൈവസന്നിധിയിൽ അടുക്കണം. To cry, come to the presence of God. എന്താണ് പറഞ്ഞത്? What is mentioned നിങ്ങൾ today? ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് Each one repent പാപങ്ങളുടെ മോചനത്തിനായി for the remission of your sins. സ്നാനമെടുത്ത് Take water baptism. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾക്ക് ലഭിക്കും. Then you shall receive the gift of the Holy Ghost. അപ്പോസ്തലൻ ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടതിനുള്ള സത്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. Apostle speaks about the ways whereupon they can enter the kingdom of God. ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് You not even deliverance from the judgment. ജീവിതത്തിൽ ഒരു വലിയ ആവശ്യബോധം ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും. There must be urgence in the spirit. ഇന്ന് ഈ ദൈവവചന സത്യങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, Beloved brethren, listening the truth of the word of God tonight, എത്രത്തോളം ഈ അനുഭവങ്ങളെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? how far are we able to hold fast these experiences in our life? മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയുമെങ്കിലും Even though we have got other tall claims, പരിശുദ്ധാത്മാവ് എന്റെ മനസ്സാക്ഷിയെ ഈ വചനങ്ങളാണ് ഉണർത്തിയത്. the Holy Spirit of God inspired my heart with these truths during these days, ഈ അന്ത്യനാളുകളിൽ during these final days. ദൈവവചനത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ നമ്മൾ മറന്നു കളയരുത്. Don't forget the fundamental doctrines of the word of God. ഈ യഥാർത്ഥമായ സത്യത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളണം. We must hold fast the true truths according to the scripture. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചു എന്ന നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. We must have the confidence I attained such an experience in my life. ഇതെങ്ങനെയാണ് പ്രാപിപ്പാൻ കഴിയുന്നത്? How can we possess this experience? നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്നിരിക്കുന്ന കർത്താവിങ്കലേക്ക് അടുത്ത് ചെല്ലേണ്ടതായിട്ടുണ്ട്. We must come closer to Lord Jesus Christ, who had become a perfect sacrifice on the cross of Calvary. on അവന്റെ our പുത്രനായ behalf. യേശുവിന്റെ രക്തം Therefore the blood of Jesus that was shed there നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. is able to forgive and sanctify us from all our sins. അതെ, ഇത് വേറെ ഒന്നിനും സാധ്യമല്ല. Nothing else can do this കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിനല്ലാതെ except the sprinkled blood of Lord Jesus Christ. നമ്മുടെ പാപങ്ങൾ നമ്മെ വിടുവിപ്പാൻ ഈ ലോകത്തിൽ ഒന്നിനും ആർക്കും സാധ്യമല്ല. Nothing and nobody under the sun can deliver us from our sins. ഇന്നും യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് മാടി വിളിക്കുകയാണ്. Even today, any soul then comes closer to Jesus, he is അതെ, inviting you. കർത്താവിന്റെ അടുക്കലേക്ക് കർത്താവ് വിളിക്കുകയാണ്. The Lord invites you unto himself. ഒരു മാനസാന്തര അനുഭവത്തെ പ്രാപിക്കേണ്ടതിനായി, Not to experience of repentance, ദോഷം വഴികളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി, delivered from the sinful ways, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനായി, to find access to the kingdom of God. അവന്റെ ഇൻപമേറിയ ശബ്ദം നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. The mellifluous, sweet voice of God is coming to us. എത്ര പേർ അതിന് തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കും? How many shall surrender your life to the same voice of God? മറ്റാർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയുന്നതല്ല. None else can save us. കാൽവരിയിൽ നമുക്കായി ജീവനെ അർപ്പിച്ച യേശുവിന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. Let us come unto Lord Jesus Christ, who sacrifices life and blood on the cross of Calvary for us. ഒരിക്കൽ സാധു സുന്ദര സിംഗ് തന്റെ ജീവിതയാത്രയിൽ ഒരു അപൂർവമായ ഒരു സംഭവം കാണുവാനിടയായി. Once Sadhu Sundar Singh, as he was on his way, he noticed a strange event. തന്റെ വഴിയാത്രയിൽ കത്തിക്കരിഞ്ഞതായ ഏതോ ഒരു വസ്തു കിടക്കുന്നത് പോലെ തനിക്ക് തോന്നി. As he was passing the way, he noticed something burnt, now a crust remains. എന്നാൽ താൻ തന്റെ കാലുകൊണ്ട് അതിനെ തട്ടി. He kicked with his foot. അപ്പോൾ അതിൽ നിന്ന് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ വാ തുറന്ന് ശബ്ദിക്കുന്നതായി താൻ കണ്ടു. He noticed two chicks opened the beaks and crying. എന്തായിരുന്നു സംഭവിച്ചത്? What happened there? ആ പക്ഷിക്കൂടിരുന്ന ആ മരവും ആ ചുറ്റുപാടുകളും കത്തിക്കരിഞ്ഞുപോയി. The tree on which this nest, the chicks, the bird were dwelling, that was burnt. എന്നാൽ അതിന്റെ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങൾക്ക് അടയിരുന്ന് ആ തീയിൽ ചത്തതായി നമുക്ക് കാണാൻ കഴിയും. The mother bird spread the wings over the chicks, protected them, and she ഈ died. തള്ളപ്പക്ഷി ചത്തുപോയെങ്കിലും Although the mother bird died, ആ കുഞ്ഞുങ്ങൾ തള്ളയുടെ ചിറകിൻ കീഴിൽ സുരക്ഷിതമായിരുന്നു. the chicks are safe under the wings of the mother bird. നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിയാൽ Let us behold the face of Jesus, who sacrificed his life on ആ our behalf. ക്രൂശിന്റെ ദർശനം ഇന്ന് രാത്രി നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ Tonight, if we have the vision of the cross,
ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വീഴാതിരിക്കയില്ല. And we can refrain from shedding at least one drop of അരിമനാഥനായ tears. യേശു ഒരു അനാഥനെ പോലെ ആയിത്തീരുകയാണ്. Beloved masters, Jesus is reduced to an അവൻ orphan now. എല്ലാവരാലും തള്ളപ്പെട്ട് കഴിഞ്ഞു. He is neglected by all. ഓ, ഒരു കുറ്റവാളിയെ പോലെ അവന്റെ കൈകളിൽ ചങ്ങല വെക്കുകയാണ്. Like a criminal, he is handcuffed. വലിച്ചിഴച്ച് ന്യായാധിപ സംഘങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുകയാണ്. He is dragged, kept before the council. ന്യായാധിപ സഭയുടെ മുൻപിൽ കുറ്റമില്ലാത്തവന് നീതി ലഭിക്കുന്നതേ ഇല്ല. He is not proud that he doesn't have any judgment. റോമൻ justice. ഗവൺമെന്റിന്റെ ഏറ്റവും ക്രൂരമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. Jesus subjected to the brutal punishments of the Roman government. അവനെ ചാട്ടവാറ് കൊണ്ടടിച്ചു. He was beaten with the thorns. ആ ചാട്ടവാറടികൾ വെറും ഒരു അടിയായിരുന്നില്ല. It was not a mere beating. ഉഴവ് ചാലുകൾ പോലെ അവന്റെ ശരീരത്തെ അത് കീറി മുറിച്ചു. Like the plowing channels, his body was furrowed. രക്തം അവന്റെ ആ ചാലുകളിലൂടെ ഒഴുകിയതായി നമുക്ക് കാണുവാൻ കഴിയും. Through the furrows, blood was oozing down. യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടത്തെ വെച്ചു. The plated a thorny crown. കോലുകൊണ്ട് പടയാളികൾ അവന്റെ തലയിൽ ആഞ്ഞടിച്ചു. The staff, the soldiers beat അവന്റെ on his head. തലയിലേക്ക് ആ മുള്ളുകൾ ആഴ്ന്നിറങ്ങിപ്പോയി. The thorns pierced to his head. ഇപ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന ഒരു രൂപം. Now the visage is marred. അവന്റെ ഈ ഹീനമായ ഈ കഷ്ടതയുടെ മധ്യേ ഒരു കുഞ്ഞു പോലും അവനെ സഹായിക്കുവാനുണ്ടായിരുന്നില്ല. Before the most humiliating stature, there was nobody to help him. ക്രൂശ് ചുമന്ന മലമുകളിൽ കയറി Bearing the cross, tucking onto the mountain. ഇരുകള്ളന്മാരുടെ നടുവിൽ Between two malefactors. മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടവനായി Was nailed with the 3 nails. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥാ മലമേൽ കാൽവരി ക്രൂശിൽ തൂങ്ങിയിരിക്കുന്നു. Lord Jesus Christ was hanging on the mount of Golgotha. ഒരു നിമിഷം നാം ആ ക്രൂശിലേക്ക് ഒന്ന് കണ്ണുകളെ ഉയർത്താം. For a minute shall we hold our eyes നമുക്ക് unto വേണ്ടി the രക്ഷ തന്ന Calvary. യേശുവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. Let us lift our eyes on the face of Jesus. He poured out his life for us. നീ കാൽവരി ക്രൂശിൽ കർത്താവേശു നിനക്കു വേണ്ടി കണ്ടിടുക നീ. എല്ലാവരും ചേർന്ന് കൈകളെ അടിച്ചൊന്ന് പാടിക്കാട്ടെ. കർത്താവേശു നിനക്കു വേണ്ടി പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്നു നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഗോൽഗോഥാ മലമേൽ കയറിടുന്നേ നാഥൻ ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലമേൽ കയറിടുന്നേ നാഥൻ ക്രൂശും ചുമലിൽ ചുമന്നുകൊണ്ട് നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നെയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. ഹല്ലേലൂയ. ഒരു നിമിഷം ആ കാൽവരിയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. For a moment, let us lift our eyes unto Calvary. ഇന്ന് രാത്രിയിലും ഈ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് ആവശ്യം. Even tonight, we must experience this glorious nature. എത്രത്തോളം ഈ വചനത്തിന്റെ സത്യത്തിനൊത്തതുപോലെ ഒരു മാനസാന്തര അനുഭവത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നുണ്ട്. How far, according to the truth of this experience, we are able to move forward in the doctrine of repentance. അതേ കർത്താവിന്റെ കാൽവരി സ്നേഹം ഇന്ന് രാത്രിയിൽ നമ്മെ മാടി വിളിക്കുകയാണ്. Tonight, the love of Calvary is beckoning us.
ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുത്തു ചെന്നാൽ, if we come closer to the foot of that cross, ഈ തിരുവെഴുത്തിന്റെ സത്യങ്ങൾ കൊത്തതുപോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, if we surrender our life according to the truth of the word of God, ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും. we'll have a blessing. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ സഭയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, When we study about the church of God, ഈ കാലഘട്ടത്തെ നാം പരിശോധിച്ചാൽ when we examine the current season, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണ്, there is obviously something we understand. ദൈവത്തിന്റെ സഭയ്ക്കുള്ളിൽ ഒരു വലിയ പോരാട്ട ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Within the church of God, a strange force is doing its battle. ഇത് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. The people of God should have a clear-cut understanding about ഞാൻ this. ആരംഭത്തിൽ പറഞ്ഞതുപോലെ As I introductorily mentioned, കൃപായുഗത്തിന് തിരശീല വീഴുവാൻ പോകുന്നു. the dispensation grace is going to meet its ഈ curtain call. അന്ത്യനാളുകളിൽ ദൈവമക്കൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. During these last days, the people of God should be highly vigilant. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. Like a roaring lion, enemy devil is roaming about in order to swallow the people of God. കർത്താവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടേണ്ടതായ ദൈവസഭയിലുള്ള ദൈവജനത്തെ വിഴുങ്ങിക്കളയേണ്ടതിനായിട്ട് സാത്താൻ വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. In order to swallow the members of the church of God who are to be taken up at the coming of the Lord, he is making all attempts in secrecy. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, Wherefore, when we come to the book of Revelation chapter 7 12, തലയും തലയിൽ 10 കൊമ്പുമുള്ളതായ തീനിറമുള്ള മഹാസർപ്പം സ്ത്രീയുടെ മുൻപിൽ നിൽക്കുകയാണ്. there is a great dragon with 7 heads and 10 horns upon it standing before the woman. ഈ മഹാസർപ്പത്തിന് എന്താണ് ആവശ്യം? What is its requirement? അത് ആൺകുട്ടിയെ വിഴുങ്ങണം. It wants to swallow the man child. ആൺകുട്ടിയെ വിഴുങ്ങണം. It wants to swallow the man സത്യങ്ങൾ child. മനസ്സിലാക്കിയിരിക്കുന്ന ദൈവജനം ഒന്നറിയുന്നു. The people of God who comprehend the truth of God knows something. ഈ ആൺകുട്ടി ആരാണ്? Who is this man child? അതേ കർത്താവിന്റെ രഹസ്യവരവിൽ എടുക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമാണ്. The people of God who are to be taken up at the secret coming of the Lord. നേരത്തിൽ ആൺകുട്ടി ദൈവസിംഹാസനത്തിലേക്ക് പോയി കഴിഞ്ഞു. Within a flicker of a second, the church of God, the man child is taken to the throne of God. മഹാസർപ്പം വളരെ ശ്രദ്ധയോടെ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. In all diligence, the great dragon was waiting. ദൈവജനമേ, നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം. People of God, what we have to bear in mind. ഏദൻ തോട്ടത്തിൽ മനുഷ്യവംശത്തെ നശിപ്പിച്ച സാത്താൻ ഒരു തലയായിരുന്നെങ്കിൽ, If the devil who destroyed in the Garden of Eden, the man with only one head. ഇന്ന് ഉൽപ്രാപണം പ്രാപിക്കേണ്ട ദൈവസഭയെ വിഴുങ്ങുവാൻ നിൽക്കുന്ന സാത്താൻ 7 തലയുണ്ട്. The devil who is standing to swallow the raptured church of God has got 7 heads. സാത്താന്യ ശക്തിയുടെ പൂർണ്ണതയോടെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The devil is working vehemently with his full power. ദൈവത്തിന്റെ ജനം വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടതായ ഒരു കാലം. These are the days people of God should maintain their life in all diligence. ഈ കാലഘട്ടത്തെ നോക്കുമ്പോൾ, When you observe the present season, ഒരു കൂട്ടർ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. one group is moving into backsliding state. അതിൽ ചിലർ ദൈവസന്നിധി വിട്ട് ഓടിക്കഴിഞ്ഞു. Among them, some have fled away from the presence of God. അവർ ദൈവസഭയിലില്ല, ദൈവജനവുമായി ബന്ധവുമില്ല. They are no more in the church of God, nor maintain any fellowship with the people of എന്നാൽ God. വേറെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. We come across another group as well. ആരാധനയ്ക്ക് വരുവാൻ കഴിയുന്നില്ല, They are not able to attend the meetings, കൂട്ടായ്മയുടെ ബന്ധമില്ല, no fellowship, ആത്മീയ അഭിവൃദ്ധിക്കുള്ള സാഹചര്യങ്ങളില്ല. no circumstance for spiritual edification. എന്നാൽ ലഭിച്ച സാഹചര്യത്തിനൊത്തതുപോലെ However, according to the chances they got, കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. sitting at the foot of the Lord, there is a minor group that is groaning. ഞാൻ അതിനെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. I am not willing to move deeper. പലവിധമായ കാഴ്ചകൾ, Different kinds of sights, വളരെ മനോഹരമായ പ്രസംഗങ്ങൾ, beautiful, eloquent messages. അങ്ങനെ എന്തെല്ലാം മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. Plenty of things are enticing man, അതിൽ വശംവദരായിട്ട് being attracted to the same. അനേകർ സത്യകൂട്ടായ്മയുടെ ബന്ധത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. Many have destroyed the true fellowship. എന്നാൽ ഒരു ചെറിയ കൂട്ടം എന്ത് ചെയ്തു? One minor band, what did he do? അപ്പോഴും ദൈവസന്നിധിയിൽ കാത്തിരുന്നു. Even then, waited in the presence of God. ദൈവമേ, എന്നോടുള്ള ആലോചന എന്താണ്? Oh God, what's the counsel
counsel to ഈ me. സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകേണം? In this context, how can I progress? അപ്പോൾ നടത്തിപ്പുകാർ കൊടുത്ത നിർദ്ദേശത്തിന് ഒത്തതുപോലെ According to the instructions supplied by the leaders, തങ്ങളുടെ സമയങ്ങളെ വേർതിരിച്ച് പ്രാർത്ഥിക്കുവാൻ, they separate the time for prayer. ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ അവർ തീരുമാനിച്ചു. They decided to be in the presence of God. ചുരുക്കമായി പറയട്ടെ, In brief terms, ഹൃദയം പൊട്ടി കരഞ്ഞ് ദൈവത്തോടടുത്ത പരമാർത്ഥികൾക്ക് വലിയ സന്തോഷമുണ്ടായി. with broken-heartedness who have prayed in the അവരുടെ presence of God, വിശ്വാസം with കുറഞ്ഞു joy. പോയില്ല. Their faith did not deepen. അവരുടെ വിശുദ്ധ ജീവിതത്തിന് തോൽവി ഉണ്ടായില്ല. No failure to their holy life. അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു കുറവും വന്നില്ല. No shortage in their fellowship with God. അപ്പോഴും ദൈവത്തിന്റെ സഭ വളർന്നുകൊണ്ടേയിരുന്നു. Even then, the church of God attained growth. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവം ഈ നാളുകളിൽ എനിക്കുണ്ടായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവസന്നിധി ധൈര്യമുണ്ടെങ്കിൽ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല. Beloved people of God, our gods and our believers, comfortless. യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി തീർന്നു. Apostle John, he remained alone. സാഹചര്യങ്ങളെല്ലാം വിപരീതമായി. All the circumstances were ആരും belligerent. സഹായിപ്പാനില്ലാതെയായി. There is no human assistance. അന്നാണ് അവന്റെ ജീവിതത്തിൽ ശരിയായ ദൈവശക്തിയുടെ പ്രവർത്തനം ഉണ്ടായത്. Then he got the real operation of the power of God. ദൈവത്തിന് ആ പാതയിൽ അവനെ കുറിച്ചൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. God got a specific plan through that way. ദൈവവൈദ്യലേ, ദൈവം നിന്നെ നടത്തുന്ന പാതകളിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. Beloved child of God, God has got a specific particular plan throughout the ways that he leads you. അതൊരിക്കലും നീ മറന്നു പോകരുത്. Don't forget it ever. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. There's a God who knows us well. ദൈവത്തിന്റെ സഭ ഹൃദയ കാഠിന്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടവരരുത്. The church of God should not slip into hard-heartedness. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കാം. Book of Hosea chapter 14, the initial verses. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഇവിടെ ഇസ്രായേൽ സഭയെ ദൈവം വിളിക്കുകയാണ്, മടങ്ങി വരിക, മടങ്ങി വരിക. The Lord is inviting the church of Israel, return, make a comeback. അനുതാപ വാക്യങ്ങളോടെ മടങ്ങി വരുവീൻ. With confession, regret, come back. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു മാനസാന്തരം ആവശ്യമാണ്. The church of God is in need of an experience of repentance now. കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ ചില ഉപമകളിലൂടെ നമുക്കിത് കാണുവാൻ കഴിയും. Through some of the parables Lord Jesus Christ narrated, we can understand this is the truth. കർത്താവ് പറഞ്ഞ ആ ഉപമകളെ ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. I am not willing to explain the ലൂക്കോസിന്റെ സുവിശേഷം parables. 15-ാം അധ്യായത്തിൽ 3 ഉപമകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. The gospel according to Luke chapter 15, the Lord speaks about 3 parables. ഉപമയിൽ പറയുന്നു 99 കൈവശമുണ്ട്, ഒന്ന് നഷ്ടപ്പെട്ടു പോയി. In the first parable it is mentioned he has 99, one is lost. ആ ആട്ടിടയൻ എന്താണ് ചെയ്തത്? That shepherd, what did he do? അവന് കയ്യിലുള്ള 99 ഭദ്രമായി ഒരു ഭാഗത്ത് അവൻ സൂക്ഷിക്കുന്നു. He kept that 99 sheep at a particular point. നഷ്ടപ്പെട്ടതിനെ തേടി അവൻ പോയ വഴികളിലൊക്കെയും അവൻ പോകുകയാണ്. He goes throughout the way that he traveled in search of the lost one. അവന്റെ ആഗ്രഹം എന്തായിരുന്നു? What was the desire of the heart? 99 കയ്യിലുണ്ടല്ലോ. I have 99 already. അതല്ല അവന്റെ പ്രശംസ. No, that is not the satisfaction. എന്റെ ഒന്ന് നഷ്ടപ്പെട്ടു. I lost one. അവൻ കാണുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, He is just inquiring with all the passers by. എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടോ? Have you seen my lost sheep? എന്റെ ആടിനെ നിങ്ങൾ കണ്ടോ? Have you seen my sheep that is lost? എന്റെ ആട് എവിടെയുണ്ട്? Where is my sheep now? ഒരുപക്ഷേ അവൻ അതിനൊരു പേരിട്ടിട്ടുണ്ടാകാം. Perhaps he may have called it with a name. അവൻ അത് ഉണ്ടെന്ന് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയും വിളിച്ചു നോക്കുകയാണ്. In all the likely places he is calling it out. ഒടുവിൽ അവൻ ആ ആടിന്റെ ശബ്ദം കേട്ടു. Interestingly, finally he hearkens the voice of the cry. നഷ്ടപ്പെട്ടതിനെ അവൻ തോളിലേറ്റിക്കൊണ്ട് വരികയാണ്. Lost is kept upon the shoulder. 99-നേക്കാൾ More than the 99. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് About the lost അവൻ one. തന്റെ സ്നേഹിതരുമായി വലിയ സന്തോഷത്തിലായി തീരുകയാണ്. He rejoices with his friends more. ദൈവത്തിന്റെ സഭ നാം ഓരോരുത്തരും ഈ നിലയിലായി തീരണം. The church of God, each one of us should come to this state. എന്തൊക്കെയോ നമുക്കുണ്ട് എന്ന് പ്രശംസിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. No point in glorifying we got something.
ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ 99 ഉള്ളൂ. If one is lost, only 99 എന്നാൽ remaining. 100-ൽ 100 ആവശ്യമാണ്. You have to get 100 out of 100. അതുകൊണ്ടാണ് തിരിഞ്ഞു പോയത്. That's why he returned. ദൈവമേ പോയത് പോട്ടെ, Oh Lord, what is lost is lost. ഇപ്പൊ ഒന്നുണ്ടല്ലോ അത് മതി. At least I went to one, that is enough. ഒരിക്കൽ ഒരു മനുഷ്യൻ കടൽ തീരത്തൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ Once a man was traveling on the beaches, ഒരു പൊതിക്കെട്ട് കണ്ടു. he got a bundle. നോക്കിയപ്പോൾ വളരെ മനോഹരമായ ചില കല്ലുകളാണ്. To his surprise, beautiful stones. അയാൾ അത് കയ്യിലെടുത്തിട്ട് ഓരോ കല്ലുകൾ അങ്ങനെ ആ തിരമാലയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. Carrying this, he was throwing each stone to the waves. ഒടുവിൽ ശേഷിതമായി വീട്ടിൽ പോയി. Finally, he reached home. വീട്ടിലിരുന്ന് പൊതിക്കെട്ടഴിച്ച് വീണ്ടും നോക്കിയപ്പോൾ As he just discarded the bundle and looked at, അയാൾക്ക് സംഭവിച്ച നഷ്ടം അയാൾക്ക് മനസ്സിലായി. he could understand the loss that he incurred. വളരെ വിലയേറിയ കല്ലുകളായിരുന്നു. Precious stones were they. അത് വളരെ വിലപിടിപ്പുള്ള കല്ലുകളായിരുന്നു. Costly stones were പക്ഷേ they. ദാനമായി കിട്ടിയത് കൊണ്ട് As he got freely, യഥേഷ്ടം വലിച്ചെറിഞ്ഞു കളഞ്ഞു. according to his own will, he cast ഇനി out. വീണ്ടെടുക്കുവാൻ കഴിയുമോ? Can they be redeemed again? അത് നഷ്ടപ്പെട്ടു പോയി. It is lost ever. ദൈവത്തിന്റെ ജനത്തിന് ഒരു നഷ്ടബോധമുണ്ടായിരിക്കണം. People of God, you must have the sense of loss. എന്താണ് നമ്മുടെ ആവശ്യം? What is our need? 99 ഉണ്ട് എന്നുള്ളതല്ല. Not the satisfaction 99 I ഒരുപക്ഷേ have. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രശംസകളായിരിക്കാം ഇത്. Perhaps that might be the praising of our spiritual life. ഏതൊക്കെയോ എനിക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. We may think I have got something. ഞാൻ ഏതൊക്കെയോ ആയിപ്പോയി എന്ന് ചിന്തിച്ചേക്കാം. I could become something. എന്നാൽ സഹോദരങ്ങളെ അങ്ങനെയല്ല. Brethren, it's not so. നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടുകൊള്ളാത്തിടത്തോളം കാലം നഷ്ടം നഷ്ടം തന്നെയാണ്. As long as the one that is lost is not retrieved, it's a heavy loss. ഇന്ന് രാത്രി നാം അത് ചിന്തിച്ചോളേ. Tonight, just think about this. ദൈവത്തിന്റെ ജനം ക്രിസ്തീയ ജീവിതയാത്ര ചെയ്യുമ്പോൾ The people of God, as you continue the Christian journey, അതേ ഈ ജീവിതയാത്രയിൽ through the journey of life, ഏതെങ്കിലും ഒരു വ്യക്തിയെ നാം തള്ളിക്കളയുന്നവരായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? if you feel, do you have the feeling we deny, we do not mingle with one person? നമുക്ക് ലഭിച്ച ഏതെങ്കിലും ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി എന്നൊരു കുറ്റബോധം നമുക്കുണ്ടോ? If we have the awareness that we have dissipated at least one spiritual experiences that we got from the Lord, അത്ര കാര്യമായി കണക്കാക്കാത്ത ഏതെങ്കിലും ഒരു നിസാര കാര്യം പോലെ നമ്മുടെ ആത്മീയ അനുഭവത്തെ കരുതുന്നുണ്ടോ? and have we become callous and negligent to our spiritual ഇന്ന് experiences? രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി പറയുന്നു. Tonight the Holy Spirit of God is exhorting you. നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുക. Redeem that which is lost. നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളുക. Retrieve that which is lost. അതേ കർത്താവായ യേശുക്രിസ്തു ഈ പ്രകാരം തിരുവായി മൊഴിയുകയാണ്. Lord Jesus Christ declares so. 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. 10 pieces of silver ഒന്ന് were there. നഷ്ടപ്പെട്ടു പോയി. One is lost. 9 കൈവശമുണ്ട്. 9 in hand now. എന്നാൽ ആ സ്ത്രീ എന്താണ് ചെയ്തത്? What did that woman do? അവൾ വീട് അടിച്ചു വാരുകയാണ്. She is cleans and burns വിളക്ക് the house, കത്തിക്കുകയാണ്. lights the candle. ഇതിനെല്ലാം എത്രയോ ആത്മീയ അനുഭവങ്ങളുണ്ട്. Everything has got deeper spiritual meanings. ഞാനത് ഒരു കാര്യം മാത്രം ഓർപ്പിക്കുകയാണ്. I would like to highlight only one thing. ദൈവത്തിന്റെ സഭ മാനസാന്തരത്തിലേക്ക് വരേണം. The Church of God should come back to repentance. അതെ വിട്ട് കളഞ്ഞതിനെ ഉപേക്ഷിച്ചതിനെ നഷ്ടമായതിനെ തേടി പോകുകയാണ്. What is lost, what is cast away, what is neglected, you have to seek again. 9 എന്റെ കയ്യിലുണ്ടെന്ന് ഉയർത്തി കാണിക്കരുത്. Do not just highlight, I got 9 with me. അത് തിരുവെഴുത്തിൻ പ്രകാരം ലജ്ജാവഹമായ കാര്യമാണ്. Scripturally speaking, that's a shameful നമ്മുടെ act. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. Our God is not expecting the അതെ same. സഹോദര സഹോദരി, Brother, sister, നീ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം നന്മകൾ പ്രാപിച്ചു? what are the benefits you ഇന്ന് receive from രാത്രി the Lord? കർത്താവ് നിന്നോട് ചോദിക്കുന്നു. Tonight, the Lord is asking you, അതേ സഹോദര, brother, അതേ സഹോദരി, sister, നിന്റെ പക്കൽ 10 ദ്രഹ്മയുണ്ടോ? do you have 10 pieces of silver with you? അതോ ഒന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് 10 ഉണ്ടെന്ന് നീ അഭിമാനിക്കുകയാണോ? Have you lost one thing, pretending you have all the 10 now? ഇല്ല, മടങ്ങി വരേണം. No, make a comeback. ആ അധ്യായം അവസാനിക്കുമ്പോൾ As that chapter comes to an end, ഇപ്രകാരം പറയുന്നു, this is advice. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, My son, he died. പിതാവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. Behold, he's alive again. ഇതിന് അധികാരമുള്ള ഒരു ദൈവമുണ്ട്. This is a God who has got power over this. ആ പഴയ നിലയിലേക്ക് കൊണ്ടുവരുവാൻ അധികാരമുള്ളവനായ ഒരു നല്ല പിതാവുണ്ട്. This Heavenly Father
who is able to restore in the glorious experience is with us. വിവരിക്കാതെ നിങ്ങൾക്കറിയാമല്ലോ, Without explanation, you know everything. തന്റെ അവകാശം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞവൻ. He squandered all his ഇപ്പോൾ inheritance. അവന്റെ പക്കൽ ഒന്നുമില്ല. Now he possesses nothing. പിതാവ് കൊടുത്തത് ഒന്നും അവന്റെ കയ്യിലില്ല. The share of the father is missing now. അവർക്ക് 99 ഒക്കെ ഉണ്ടായിരുന്നു. Formerly he had 9, even 99. എന്നാൽ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല. But he has nothing with him. അപ്പൻ കൊടുത്ത വസ്ത്രം അവനില്ല. The garment given the father is missing. അപ്പൻ കൊടുത്ത ചെരുപ്പ് അവനില്ല. The shoes are missing. അപ്പൻ കൊടുത്ത മോതിരം അവന്റെ കയ്യിലില്ല. Father's ring is missing. അവൻ വീട്ടിൽ നിന്ന് പോയ രൂപമല്ല ഇപ്പോൾ. The image as set up in the house is missing. ആഗമനം മാറിപ്പോയി. All together changes. ഇപ്പോഴിവൻ മരിച്ചവനായി പോയി. And now he has become dead. നാം അവയെ ചിന്തിച്ചു കൊള്ളണം. We must think about the same. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? What about our state? ഞാൻ എന്റെ വാക്കുകളെ അധികം ദീർഘിപ്പിക്കുന്നില്ല. I would like to wind up my words. ദൈവസന്നിധിയിരിക്കുന്ന ദൈവസഭയെ Beloved church of God, in the presence of God, അനുതാപത്തോടെ മടങ്ങി വരുവീൻ. with regret, come back. അവനൊരു സുബോധമുണ്ടായി. He came back to his senses. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. I will go back to my ഇന്ന് father's രാത്രി ഈ house. തീരുമാനം നാം എടുക്കണം. Tonight we must renew our decision. ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. I will return to the house of my father. ദൈവത്തിന്റെ സഭയ്ക്ക് പലതും ഉണ്ടായിരുന്നു. The church of God had many, plenty of എന്നാൽ things. പരിശുദ്ധാത്മാവ് പറയുകയാണ്, The Holy Spirit is അതേ, infiring you. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. You came down from your first love. ഏതിൽ നിന്ന് വീണിരിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് വരിക. Repent from where you have fallen and come back to the first walk. നിനക്ക് പലതും ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞേക്കാം. You may say, I got plenty. എന്നാൽ ഒരു ചോദ്യം നിന്റെ നേരെ വരികയാണ്. Our question is coming നിന്റെ towards ആദ്യ you. സ്നേഹം എവിടെ? Where is your first love? നിന്റെ ആദ്യകാല അനുഭവങ്ങൾ എവിടെ? Where are your first experiences? ദൈവമക്കളെ, നമുക്ക് ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക് വരാം. Beloved people of God, tonight let us come back to your decision. നിന്റെ അവകാശത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളയുവാനിടയുണ്ട്. There is possibility you will cast away from your inheritance. നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയും. Candlestick might be withdrawn from its place. അത് ദുഃഖകരമായ ഒരു അനുഭവമാണ്. It shall be a sorrowful event. സഭയോട് പറയുകയാണ്, നീ ഉണർന്നുകൊള്ളേണം. And the church it is said, be quickened. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. Strengthen that which is ready to die. നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായിട്ട് കാണുന്നില്ല. You are not found perfect in the sight of God. പലതും ചെയ്യുന്നുണ്ട്. You do many things. നന്നായി ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്നു. You pretend to be എന്നാൽ present in your life. തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? What does the word of God say? ദൈവസന്നിധിയിൽ നിന്നെ പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. You are not found perfect in the ആ sight of സഭയോട് God. പറയുന്നു, നീ മരിച്ചവനാണ്. The church it is said you are dead. ആകയാൽ നീ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടുകൊള്ളുക. Therefore, come back to the first works and repent. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിന് എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? Tonight, how many would surrender to the word of God? അതേ ദൈവത്തിന്റെ സഭയോട് പിന്നെയും പറയുന്നുണ്ട്, Again, it is advised to the church of God. നിങ്ങൾ ചിലർ നിക്കോലേവ്യരുടെ ഉപദേശം അല്ലെങ്കിൽ ചില ദുരുപദേശങ്ങൾക്ക് അടിമകളായിരിക്കുന്നു. Among you are addicted to false doctrines or the doctrines of Nicolaitans. ആ സഭയോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളേണം. Said unto them, repent. ഇന്ന് സത്യമായ ഉപദേശത്തിന് കാതുകൊടുക്കാത്തവരായി കാണുന്ന കേൾക്കുന്ന ഉപദേശങ്ങളുടെ ഒക്കെ പിന്നാലെ ഓടുന്നവരുണ്ട്. Without inclining to the true doctrines, there are many people running after the strange doctrines, whichever it is available. കാലക്രമേണ തങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ നാശത്തെ ഉണ്ടാക്കുകയും ചെയ്യും. Gradually, they are creating a great wreck in their life. ഇപ്പോൾ ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. I'm not willing to move deeper into that സത്യ angle. ഉപദേശത്തെ നമുക്ക് മുറുകെ പിടിക്കാം. Let's hold fast true ഒരു doctrines. ശബ്ദം നമ്മുടെ നേരെ വരികയാണ്. Voice ringing unto us. അതേ, നീ മാനസാന്തരപ്പെടുക, Repent. മടങ്ങി വരിക, Come back. മനം തിരിയുക. Repent. പ്രവാചകൻ ഇപ്രകാരം ദൈവത്തിന്റെ സഭയോട് പറയുന്നു, The prophet is inclined to the church of God. ഇപ്പോഴെങ്കിലും നിങ്ങൾ മടങ്ങി വരുവീൻ. At least now return. ഇപ്പോഴെങ്കിലും നിങ്ങൾ മടങ്ങി വരുവീൻ. At least now come back. ഉപവാസത്തോടും കരച്ചിലോടും നിങ്ങൾ മടങ്ങി വരുവീൻ. With weeping and fasting, come back to God. ദൈവത്തിന്റെ സഭയെ, Lo, church of God. നമ്മുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. Let us tear our heart, not our garments. ഇന്ന് രാത്രി എത്ര പേര് ഇതിനായി സമർപ്പിക്കും? Tonight, how many shall surrender to this one? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Shall we close our eyes? കർത്താവേ, ഒരു മനസാന്തര അനുഭവം എനിക്ക് തരയണം. Oh Lord, give me an experience of repentance. വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. Render
not to a garment, but to a heart. ഹൃദയം കീറി മുറിച്ചാലുള്ള അവസ്ഥ എന്താണ്? The heart is broken, rent. What's the result? അതേ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. The Lord is nigh unto the broken hearted. കർത്താവ് നിന്റെ സമീപേ നിൽക്കുന്നു. The Lord is standing near you. ഇന്ന് രാത്രി എന്റെ കുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. Tonight, O Lord, forgive my shortcomings unto അനുതാപ me. വാക്യങ്ങളോടെ, With the words of regret, കണ്ണുനീരോടെ with the tears, കർത്താവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയുമോ? are you able to come unto the Lord? ദൈവത്തിന്റെ ജനമേ, കാഹളം ധ്വനിക്കുവാൻ നേരമായി. People of God, the time is now. The trumpet is going to be shouted. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ എത്ര ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. When we observe the present world, what a pitiable sight it is. യിരെമ്യാ പ്രവാചകൻ 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ കുഴിച്ചിടുവാൻ ആളില്ല. In the book of Jeremiah, in chapter 8, it is mentioned there is nobody to bury the dead അതേ body. ശവങ്ങളെ നോക്കുവാൻ ആളില്ല. Nobody to take care of the dead body. നിലത്തിന് വളമായി മാറുന്നു. It becomes manure to the soil. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുവാൻ അനുവാദമില്ല. They're not able to behold one glance of the beloved ones. കാണുവാനുള്ള താല്പര്യവുമില്ല. They're not even interested to see. അങ്ങനെ ഈ കാലയളവ് ഏതെല്ലാം നിലയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Because the present day is moving forward in a wretched fashion. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. For a moment, close your eyes in the sight of God. Think about all such ദൈവമേ, things. എന്റെ അവസ്ഥ എന്തായിരിക്കും? Oh God, what shall be my future? ദൈവത്തിന്റെ സഭയോട് കരുണയുള്ള ദൈവം ഇങ്ങനെ പറയുകയാണ്. All merciful God and the church tells us so. നിന്റെ കല്ലായുള്ള ഹൃദയത്തെ ഞാൻ നീക്കും. I will remove your stony heart. ആരെല്ലാം ഇത് വിശ്വസിക്കുന്നു? Whomsoever believes this, നിന്റെ കല്ലായ ഹൃദയത്തെ ഞാൻ നീക്കും. I'll change your stony heart. നിനക്ക് മാംസമായ ഒരു ഹൃദയത്തെ ഞാൻ തരും. I'll give you a fleshy heart. ഇത് ഏറ്റുവാങ്ങുവാൻ എത്ര പേർ തയ്യാറുണ്ട്? How many are prepared to receive this? നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. Let us surrender to the hands of God. ദൈവമക്കൾ എല്ലാവരും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് All the people of God surrender to the presence of God. ഒരു മടങ്ങി വരവിനായി ആഗ്രഹിച്ചുകൊണ്ട്, Let us hunger ഒരു after മാനസാന്തര return. ജീവിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് Let us surrender to a life of repentance. നമ്മുടെ കർത്താവിന്റെ രക്തത്തിൽ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. Let us trust in the blood of Jesus once again. അറിയാവുന്ന ദൈവമക്കൾ ധ്യാനിച്ച് ഈ പാട്ടിന്റെ അടികളെ പാടാം. Those who now meditate and sing these lines. കുഞ്ഞാട്ടിൻ തീരൂരേ താൽ ഞാൻ പാടാൻ അറിയാവുന്നവരെല്ലാവരും ചേർന്ന് കൈകളെ അടിച്ച് ദയവായി പാടി ദൈവത്തിൽ സന്തോഷിക്കുക. ഞാൻ ജയം പാടിടും, മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു. ചുറ്റും നിന്നെ വീണ്ടെടുത്തതിനാൽ മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു. ചുറ്റും നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കാം നന്ദിയോടെ വണങ്ങും. സ്തുതിക്കാം ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ വണങ്ങും. കുഞ്ഞാട്ടിൻ തീരൂരേ ഞാൻ ശുദ്ധനായി തീർന്നു. തഞ്ചാകിലെ ശുദ്ധരേഖ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു. ചുറ്റും നിന്നെ വീണ്ടെടുത്തതിനാൽ മഹത്വം രക്ഷക സ്തുതി നിനക്കുന്നു. ചുറ്റും നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കാം ആയുസ്സിനാളെല്ലാം നന്ദിയോടെ വണങ്ങും. സ്തുതിക്കാം ആയുസ്സിനാളെല്ലാം
പരിശുദ്ധരേൽത്തതാന ജയം പാടിയിടും. ആമേൻ. കേട്ടതാന വസനத்துக்கு നമ്മെ ഒപ്പ് കൊടുപ്പോം. നാം ശ്രവിച്ചതായ വചനങ്ങൾക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കാലം നിറവേറിയിട്ട് കാലം നിറവേറി കഴിഞ്ഞു. ദേവനുடைய രാജ്യം സമീപമായി. ദൈവരാജ്യം സമീപമായി. സുവിശേഷത്തെ വിശ്വാസിയുങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. തിരുപ്പി വാരുങ്ങൾ. മടങ്ങി വരിക. സഭയ്ക്കുള്ള ദൂത്. ഇത് സഭയ്ക്കുള്ള ദൂതാണ്. കൊറോണ என்பது ഉലകத்துக்கு தான் വൈറസ്. നമുക്ക് വൈറസ് അല്ല. കൊറോണ ഈസ് എ ഗോസ്പൽ. കൊറോണ ലോകത്തിനാണ് ഒരു വൈറസ് ആയിരിക്കുന്നത്. നമുക്കതൊരു വൈറസ് അല്ല, പക്ഷേ നമുക്കതൊരു സുവിശേഷമാണ്. ആനപടിയാൽ കൊറോണ വന്ന് എത്രയോ കുടുംബങ്ങളിൽ പേസാത്ത മനവികൾ ഇപ്പോൾ പേസുகிறார்கள். പല കുടുംബങ്ങളിലും കൊറോണ മൂലമായിട്ട് ഇതുവരെയും സംസാരിക്കാതെ ഇരുന്നതായ ഭാര്യമാർ സംസാരിക്കുന്നുണ്ട്. പിൻവാങ്ങി പോന്നവർ തിരുപ്പി വന്നു വിട്ടാர்கள். പിന്മാറിപ്പോയവര് മടങ്ങി വരുന്നു. കൊറോണ என்பതൊരു സുവിശേഷം. കൊറോണ ഒരു ആ സുവിശേഷമാണ്. സുവിശേഷം இந்த മാലവേളയിൽ ദേവൻ വെളിപ്പെടുത്തില്ല. ഈ വൈകാറായ സമയത്തും ദൈവം ആ സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി. സത്യവസനത്തിൻ വെളിച്ചത്തിൽ നിങ്ങൾ എന്ത് നിലമയിൽ കാണപ്പെടുகிறீர்கள்? ഇപ്പോൾ നാം കേട്ടതായ സത്യവചനത്തിന്റെ മുൻപാകെ നാം ഏതവസ്ഥയിലായിരിക്കുന്നു? നിങ്ങൾ 99 എന്റെ അനുഭവത്തിൽ കാണപ്പെടുகிறீர்களா? 100 എന്റെ പൂർണ്ണം എന്റെ അനുഭവത്തിൽ കാണപ്പെടുகிறீர்கள்? നിങ്ങൾ 99 കൊണ്ട് തൃപ്തരായിരിക്കുന്നുവോ, അതോ 100 പൂർണ്ണ അനുഭവത്തിലേക്ക് വരുന്നുവോ? 100 താൻ ദേവൻ വാഞ്ചിക്கிறார். 100 അത്രേ ദൈവത്തിന്റെ ആഗ്രഹം. അതിനാൽ തിരുമ്പി വാരുങ്ങൾ. ആകയാൽ മടങ്ങി വരിക. ദേവനുடைய സമൂഹത്തിലെ ദൈവ സാന്നിധ്യത്തിൽ ദേവൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തിയതായ സാക്ഷികളായി ജീവിപ്പോ. നാം അതിന് സാക്ഷികളായി ജീവിക്കാം. പൂർണ്ണരാകുമ്പടി കടന്നു ചെല്ലുവോ. പൂർണ്ണരാകുവാനായിട്ട് നമുക്ക് മുന്നേറാം. അതற்காக 2 നിമിഷം എല്ലാവരും ആവിയിൽ നിറമ്പി ദേവനെ സ്തുതിയുക. അതിനുവേണ്ടി 2 നിമിഷം നമ്മൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ പേസുങ്ങൾ. അന്യഭാഷകളിൽ സംസാരിക്കുക. അനേകർ അന്യഭാഷയിൽ പേസുകൃതില്ല. അനേകർ അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല. മനം തിരുമ്പുങ്ങൾ. മാനസാന്തരപ്പെടുക. എല്ലാവരും 2 നിമിഷം എല്ലാവരും അന്യഭാഷയിൽ പേസുങ്ങൾ. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാം. മനം തിരുമ്പുങ്ങൾ. എല്ലാവരും മാനസാന്തരപ്പെടുക. എല്ലാവരും പേസുങ്ങൾ. വായ് തുറന്ന് പേസുങ്ങൾ. എല്ലാവരും വാ തുറന്ന് സംസാരിക്കണം. ഹൃദയത്തെ കഠിനപ്പെടുത്താതെ. ഹൃദയം കഠിനപ്പെടുത്തരുത്. இந்த சுவிசேஷத்துக்கு கீழ்ப்படியுங்கள். ഈ സുവിശേഷം അനുസരിക്കുക. உன்னுடைய നന്മയ്ക്കാக കൊറോണാവെ ദേവൻ അനപ്പിനാർ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ലോകത്തിൽ ദൈവം കൊറോണ അയച്ചത്. ആമേൻ ആമേൻ. നന്മ ഉണ്ടാകട്ടെ. നന്മ ഉണ്ടാകട്ടെ. എഴുപ്പുതൽ ഉണ്ടാകട്ടെ. ഉണർവുണ്ടാകട്ടെ. ദേവൻ പക്കമാക തിരുപ്പുകൾ. ദൈവ ശബ്ദം കേട്ട് മടങ്ങി വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ. റബൗറാമന ദിരിബി റബൗറാമന ദല തബൗറാമന ദിരിബി റബന ദല ഇദബലബ്ഷദന ഹല്ലേലൂയ റബി റബൗറാമന ദിരബന ദല ഇദബലബ്ഷദന മന ദല ഹല്ലേലൂയ റബി റബൗറാംഷദന മന ദല. ആമേൻ ആമേൻ. പേസുങ്ങൾ പേസുങ്ങൾ. അന്യഭാഷയിൽ പേസുങ്ങൾ. വല്ലഭയിൽ അഭിഷേകത്തെ പെറ്റുകൊള്ളുങ്ങൾ. എല്ലാവരും ശക്തിയേറിയ അഭിഷേകം പ്രാപിക്കുക. ആമേൻ ആമേൻ ആമേൻ. ഇഴന്നു പോന്ന ഒന്നേ പെറ്റുകൊള്ളുങ്ങൾ. നഷ്ടപ്പെട്ടു പോയത് തിരികെ പ്രാപിക്കുക. ഇപ്പോഴേ പെറ്റുകൊള്ളുങ്ങൾ. ഇപ്പോൾ തന്നെ അത് തിരിച്ചു പ്രാപിക്കുക. ആദ്യ അൻപെ പെറ്റുകൊള്ളുങ്ങൾ. ആദ്യ സ്നേഹം പ്രാപിക്കുക. ആദ്യ പ്രതിഷ്ഠയെ പെറ്റുകൊള്ളുങ്ങൾ. ആദ്യ പ്രതിഷ്ഠയിലേക്ക് മടങ്ങി വരിക. വിശ്വാസത്തെ പെറ്റുകൊള്ളുങ്ങൾ. ആദ്യ വിശ്വാസത്തിലേക്ക് വരിക. ഇതോ വല്ലമയുള്ള ദേവൻ നമ്മുടെ മധ്യേ ഉലാവുകിன்றார். ഇതോ ശക്തിയുള്ളവനായ ദൈവം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ഉന്നെ ഉയർപ്പിக்கிறார். അതെ, നിന്നെ ഉയർപ്പിക്കുന്നു. ആമേൻ. ആദ്യ സ്നേഹ വിശ്വാസ ആദിമ പ്രതിഷ്ഠയോ പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആദ്യ
പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആദ്യ സ്നേഹം വിശ്വാസം ആദിമ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആദ്യ സ്നേഹം വിശ്വാസം ആദിമ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആദ്യ സ്നേഹം വിശ്വാസം ആദിമ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. ആദ്യ സ്നേഹം വിശ്വാസം ആദിമ പ്രതിഷ്ഠയും പുതുക്കി ജീവിതത്തെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. Hallelujah, hallelujah. Rabba, 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 rabba,